ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികളെ എങ്ങനെ സാന്ത്വനിപ്പിക്കാനാണ്? സാന്ത്വനിപ്പിക്കാനേ ആവില്ല. നഷ്ടം എന്ന് പറയുന്ന അവരുടെ വേദന നമുക്ക് തലോടാൻ സാധിക്കും. അതിനകത്തവർ സാന്ത്വനിപ്പിക്കപ്പെട്ടാൽ പോലും അവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ വലിയ ഘനത്തിലുള്ള വലിയ സ്വപ്നങ്ങളാണ് എരിഞ്ഞടങ്ങുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും ഭാവിയാണ് എരിഞ്ഞടങ്ങുന്നത്. ആർക്കാണ് സാന്ത്വനിപ്പിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്നു, അത് വൈകാരികമായി തന്നെ ചെയ്യുന്നു. ഒരു രാജ്യം മുഴുവൻ ഇതിനകത്തുനിന്ന് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ പോലും ഈ ദുരന്തത്തെ വേദനയൊക്കെയാണ്. മൂന്നാം ദിവസം ശരിക്കും ദുരന്തം കുവൈറ്റിലാണ് ഇന്ത്യയുടെ ഒരു ദേശീയ ദുരന്തം പോലെ മാറി. അല്ല, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് മാത്രമാണ്. ഇതുപോലെ ഈ പറയുന്ന കണ്ടീഷൻസിൽ ജീവിക്കുന്ന മക്കളുള്ള ഓരോ കുടുംബവും, അത് ഏത് രാജ്യമായാലും, അവർക്കെല്ലാം ഇത് ഈ ദുരന്തം ഒരു വലിയ വ്യാകുലതയാണ്. എൻ്റെ കുഞ്ഞ് അവിടെ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ആഫ്രിക്കക്കാരനുണ്ടാവില്ല, ജർമ്മൻകാരനുണ്ടാവില്ല. അത് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ടു ബി സ്ട്രോങ് ദ വേൾഡ്. എല്ലാവർക്കും ആശങ്കയും ഏർപ്പാടുമൊക്കെ ഉണ്ട്. കാരണം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഷേപ്പിലേക്ക് ഈ ദുരന്തം വളർന്നു. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രിയായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും? ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം നമുക്കൊരു ഡെസിഗ്നേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓഫീസിൻ്റെ ഡെസിഗ്നേറ്റഡ് പവേഴ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്ററി പവേഴ്സ് അതിനകത്തുണ്ട്. ഒരു MP എന്ന നിലയ്ക്ക് വിളിക്കാവുന്നത് വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് ആരൊക്കെ വിളിച്ചിരുന്നു, എന്തൊക്കെ ആവശ്യങ്ങൾ, ഇതെല്ലാം ചെല്ലും. അതാണ് ഒരു ഭരണത്തിൻ്റെ സമ്പ്രദായം. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ മുന്തിയ സ്ഥാനമുള്ളയാളാണ്. അതുകൊണ്ട് കൃത്യമായി ഇവിടെ നിന്ന് MOS അയക്കുകയും അവിടെ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്യുക. അത് ഇന്ത്യയിലിരുന്ന് മോണിറ്റർ ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് മിനിറ്റ് ടു മിനിറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഇൻഫർമേഷൻ, പ്രധാനമന്ത്രിയുടെ അഡ്വൈസ് മുഴുവൻ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മൂന്നാം ദിവസം നമുക്ക് വലിയ കാലതാമസമില്ലാത്ത ആ രാജ്യത്തിൻ്റെ കർശനമായ നിയമം മുറിക്കാതെ ഉടയ്ക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. തീർച്ചയായും അവർക്കും വേദനയുണ്ടാകും. അവർ ഈ ദുരന്തത്തിന് പാത്രമായി എന്ന് പറയുന്ന വേദന അവർക്കുണ്ടാകും.